ഹലോ എവ്രി വൺ. അപ്പം നമ്മുടെ 6th സെമ്മിലെ ഇൻകം ടാക്സ് ആൻഡ് GSTയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് സെറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ക്യാപിറ്റൽ ലോസസ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം, ഒരു ഇൻഡിവിജ്വലിന് ഒരു ഇയറിൽ എന്തൊക്കെ വരാം? ഇൻകവും വരാം, അതേപോലെ തന്നെ എന്തും വരാം? ലോസും വരാം. അപ്പോൾ ഈ വരുന്ന ലോസസിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ കയ്യിലുള്ള ഇൻകം കൊണ്ട് അതിനെ എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം, നികത്താനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വർഷത്തിൽ എന്ത് വന്നു? നമുക്ക് ലോസും വന്നു, ഇൻകം വന്നെങ്കിൽ ആ വർഷം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇൻകം കൊണ്ട് ആ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് എന്ത് വന്നില്ല? ആ ഒരു ഇയറിൽ ലോസ് വന്നു, പക്ഷേ അതിനൊപ്പം എന്ത് വന്നില്ല? ഇൻകം വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പിന്നീട് വരുന്ന സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ അതിനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്യാപിറ്റൽ ലോസസിൻ്റെ കാര്യമാണ്. ക്യാപിറ്റൽ ലോസസിനെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അത് ഈ ഒരു ഇയറിൽ തന്നെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത 8 ഇയേഴ്സിലേക്ക് അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അതാണ് ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യേണ്ട പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ ഗെയിൻ കൊണ്ട് നമുക്ക് ക്യാപിറ്റൽ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാം. സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഈ ഇയറിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 8 ഇയേഴ്സിലേക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് റൈറ്റ് എ നോട്ട് ഓൺ ഡീംഡ് ഇൻകം. എന്താ ഡീംഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചില സർട്ടെയിൻ കേസസിൽ ചില എമൗണ്ട്സ് അത് എന്തല്ലായിരിക്കും? നമുക്ക് ഇൻകം ആയിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് ആയിരിക്കില്ല, നമ്മുടെ ഇൻകം ആയിരിക്കില്ല, എങ്കിൽ പോലും നമ്മൾ അതിനെ അസസ്സിയുടെ എന്തായിട്ട് കാണിക്കും? ഇൻകം ആയിട്ട് കാണിക്കും. അങ്ങനെയുള്ള ഇൻകത്തിനെയാണ് ഡീംഡ് ഇൻകം എന്ന് പറയുന്നത്. ഈ ഒരു ഡീംഡ് ഇൻകം എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇവേഷൻ ഓഫ് ടാക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡീംഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് അസസ്സിയുടെ കയ്യിലെ ഇൻകം ആയിരിക്കില്ല, അത് വേറൊരു എമൗണ്ട് ആയിരിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? അത് അസസ്സിയുടെ ഇൻകം ആയിട്ട് കാണിക്കുകയാണ്. അങ്ങനെ കാണിക്കുന്ന ഇൻകത്തിനെയാണ് ഡീംഡ് ഇൻകം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ അസസ്സിക്കൊരു സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടുന്നില്ല? റെൻറ്റ് കിട്ടുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ റെൻറ്റ് കിട്ടുന്ന എമൗണ്ടിനെ എന്തായി കാണിക്കും? അസസ്സിയുടെ ഇൻകം ആയിട്ട് ഡീം ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഡീംഡ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ക്ലബിംഗ് ഓഫ് ഇൻകം? എന്താ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചില സർട്ടെയിൻ സർക്കംസ്റ്റൻസസിൽ എന്തുണ്ടായിരിക്കും? നമ്മൾ ആരാണ് ടാക്സ് പേ ചെയ്യുന്നത്? ടാക്സ് പേ ചെയ്യുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക? അസസ്സി എന്നാണ് വിളിക്കുക അല്ലേ? അപ്പോൾ ആ ഒരു അസസ്സിയുടെ ഇൻകത്തിൻ്റെ കൂടെ വേറൊരു പേഴ്സൻ്റെ ഇൻകം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് വിളിക്കുക. എന്താണ്? നമുക്ക് ടാക്സ് പേ ചെയ്യുന്നത് ആരാണ്? അസസ്സിയാണ്. അപ്പോൾ ആ ഒരു അസസ്സിയുടെ ഇൻകത്തിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും പേഴ്സൺസിൻ്റെ ഇൻകം എന്ത് ചെയ്യാണ്? നമ്മൾ ആഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അത് ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് വെക്കുക, അതായത് ഇപ്പോൾ സ്പൗസ്, ചൈൽഡ്, ഇവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ ഒക്കെ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇൻകം ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് ഈ ഒരു ക്ലബിംഗ് ഓഫ് ഇൻകം വരുന്നത്. പക്ഷെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്താലും ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ട്രാൻസ്ഫറർ ഉണ്ടായിരിക്കുമല്ലോ, ആ ട്രാൻസ്ഫറിൻ്റെ ഇൻകം ആയിട്ട് തന്നെയാണ് നമ്മൾ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ സ്പൗസിന് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തെങ്കിലും എൻ്റെ സ്പൗസിൻ്റെ ഇൻകമായിട്ട് എന്ത് ചെയ്യില്ല? അതിനെ ട്രീറ്റ് ചെയ്യില്ല. എൻ്റെ ഇൻകമായിട്ട് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ആ ഒരു ഇൻകത്തിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ വിൽ യു കൺസിഡർ ടാക്സബിൾ ഇൻകം റിസീവ്ഡ് ബൈ എ മൈനർ ചൈൽഡ്? ഓക്കെ, അപ്പോൾ ഒരു മൈനർ ചൈൽഡ് ഉണ്ടെന്ന് വിചാരിക്കാം. മേജർ ആയിട്ടില്ല, മൈനർ ആയിട്ടുള്ള ചൈൽഡാണ്. പക്ഷേ ഈ മൈനർ ആയിട്ടുള്ള ചൈൽഡിന് എന്ത് കിട്ടുന്നുണ്ട്?
ടാക്സബിൾ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിന് കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇൻകം ടാക്സിൽ ഈ ഒരു കേസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഏതാ? 64 സബ്സെക്ഷൻ 1A. അപ്പോൾ 64 സബ്സെക്ഷൻ 1A പ്രകാരം മൈനർ ചൈൽഡിന് എന്ത് കിട്ടുന്നുണ്ട്? ഇൻകം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മൈനർ ചൈൽഡ് ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടാക്സ് പർപ്പസിലേക്ക് വരുമ്പോൾ ആരുടെ ഇൻകത്തിലാണ് കാണിക്കേണ്ടത്? മൈനർ ചൈൽഡിൻ്റെ പാരൻറ്റിൻ്റെ ഇൻകത്തിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പം മൈനർ ചൈൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം ഏൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻകം ടാക്സ് പർപ്പസിലേക്ക് വരുമ്പോൾ ആരുടെ ഇതിലാണ് കാണിക്കേണ്ടത്? മൈനർ ചൈൽഡിൻ്റെ പാരൻറ്റിൻ്റെ പാരൻറ്റിൻ്റെ ഇൻകത്തിൻ്റെ കൂടെയാണ് അത് ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുക. ചില കേസസിൽ അങ്ങനെ കാണിക്കൂല. അത് ഏതൊക്കെ കേസസാണ്? അതായത് ആ ഒരു ഇൻകം എന്ത് ചെയ്തിരിക്കുന്നത്, ഏൺ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു മാനുവൽ വർക്ക്, ആ ഒരു ചൈൽഡ് എന്തെങ്കിലും മാനുവൽ വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അയാളുടെ ടാലൻറ്റ് കൊണ്ടോ, ആ ഒരു കുട്ടിയുടെ ടാലൻറ്റ് കൊണ്ട് കിട്ടുന്ന ഇൻകമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പാരൻറ്റിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ എന്ത് ചെയ്യില്ല, ഇൻക്ലൂഡും ചെയ്യില്ല. അപ്പോൾ മൈനർ ചൈൽഡിന് എന്ത് കിട്ടുന്നുണ്ട്? ഇൻകം കിട്ടുന്നുണ്ട്. അത് മാനുവൽ വർക്കിലൂടെ അല്ല, ടാലൻറ്റിലൂടെ അല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? പാരൻറ്റിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്? എന്താ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോം ഓഫ് അസസ്മെൻ്റ് ആണ്. പല ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ഉണ്ട്. അതിൽ വരുന്ന ഒരു ഫോം ഓഫ് അസസ്മെൻ്റ് ആണ് പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്. ഇത് ആരാണ് ചെയ്യുന്നത്? ടാക്സ് അതോറിറ്റീസ് ആണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ റവന്യൂ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സ് അതോറിറ്റീസ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് അസസ്മെൻ്റ് ആണ് പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്. ഇത് എപ്പോഴാണ് ചെയ്യുന്നത് എന്നറിയോ? ടാക്സ് പേയറും ടാക്സ് അതോറിറ്റീസും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരുമ്പോഴാണ് ടാക്സ് അതോറിറ്റീസ് ഈ ഒരു അസസ്മെൻറ്റ് ചെയ്യുന്നത്. അതിനെയാണ് പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ്, ഹൗ ഇസ് ഡിഡക്ഷൻ അലൗഡ് അണ്ടർ സെക്ഷൻ 80D? 80D 80G ഇതൊക്കെ എന്താണ്? ഡിഡക്ഷൻസ് ആണ് അല്ലേ? അപ്പോൾ 80D പ്രകാരം എങ്ങനെയാണ് ഡിഡക്ഷൻ അലോ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്തിനാണ് ഈ ഒരു ഡിഡക്ഷൻ? 80D എന്ന് പറയുന്നത് നമ്മൾ ഇൻഷുറൻസ് എടുക്കും അല്ലേ? ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും. അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് പേ ചെയ്യണം? പ്രീമിയം പേ ചെയ്യണം. അങ്ങനെ പ്രീമിയം പേ ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാം. ആ ഡിഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 18Dയിൽ വരുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ എങ്ങനെയാണ് ഡിഡക്ഷൻ കിട്ടണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഡിഡക്ഷൻ ആർക്കൊക്കെയാണ് ഇവിടെ അലോ ചെയ്യുന്നത്? ഇൻഡിവിജ്വലിന് കിട്ടും, അതുപോലെ തന്നെ ഫാമിലി. അതായത് ഇപ്പം ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, ഞാൻ എന്താണ്? ഇൻഡിവിജ്വലാണ്. എനിക്കും എൻ്റെ ഫാമിലിക്കും കിട്ടും. ഓക്കെ, എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരെ മാത്രമാണ്? സ്പൗസിനെയും ചിൽഡ്രനെയും. എനിക്ക് സ്പൗസ് ഉണ്ടെങ്കിൽ ആ സ്പൗസും അതുപോലെ തന്നെ ചിൽഡ്രനുമാണ് എൻ്റെ ഫാമിലിയിൽ വരിക. അപ്പോൾ ഈ ഒരു ഇൻഡിവിജ്വലിനും ഫാമിലിക്കും എങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 വരെയാണ് ലിമിറ്റ്. എത്ര ക്ലെയിം ചെയ്യാൻ പറ്റും? 25,000 നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് പ്രീമിയം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലെയിമായിട്ട് നമുക്ക് എടുക്കാം. എത്ര വരെ? 25. അതായത് നമ്മൾ എത്രയാണോ പേ ചെയ്തത് അത് നോക്കണ്ട, നമുക്ക് 25,000 അതിലത്തെ എന്തായിട്ട് എടുക്കാം? ഡിഡക്ഷനായിട്ട്. നമ്മൾ പേ ചെയ്യേണ്ടതിന് നമുക്ക് കുറയ്ക്കാം. ഡിഡക്ഷനായിട്ട് 25,000 വരെ കിട്ടും. ആർക്കൊക്കെ? ഇൻഡിവിജ്വലിനും സ്പൗസിനും ചിൽഡ്രനും. അതുപോലെ തന്നെ പാരൻസിനും കിട്ടും. ഓക്കെ, പാരൻസിന് എത്രയാണ് കിട്ടുക? ഈ 25,000 തന്നെയാണ്. എങ്ങനെയാണെങ്കിൽ ഒരു 60 ഏജിനും മുകളിലേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, സീനിയർ സിറ്റിസൺ ആയിട്ടില്ലെങ്കിൽ പാരൻ്റ് ആണെങ്കിലും 25,000 തന്നെയാണ് ഡിഡക്ഷൻ വരുന്നത്. ഇനിയിപ്പോൾ 60 ഇയേഴ്സിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ 50,000 ആയിരിക്കും എന്ത് വരിക? ഈ ഒരു ഡിഡക്ഷൻ നമുക്ക് അവെയിൽ ചെയ്യാനായിട്ട് പറ്റുക. അങ്ങനെ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഇൻഡിവിജ്വലിനും ഫാമിലിക്കും കൂടി ഒരു 25,000 വരെ കിട്ടും. ഇൻഡിവിജ്വലിൻ്റെ പാരൻസിന് ഒരു 25,000 വരെ കിട്ടും. അപ്പോൾ മൊത്തം 50,000 നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80Dയിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ സീനിയർ സിറ്റിസൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായി മാറി? 25,000 എന്നുള്ളത് 50,000 ആയി. ഇൻഡിവിജ്വലിനും ഫാമിലിക്കും ഒരു 25,000. അപ്പോൾ മൊത്തം ചിലപ്പോൾ വേണമെങ്കിൽ 75,000 വരെയൊക്കെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ 80D പ്രകാരമുള്ള എന്തെന്ന് പറയുന്നത്? ഡിഡക്ഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്? നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം പേ ചെയ്തതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഡക്ഷൻ അലൗഡ് അണ്ടർ സെക്ഷൻ 80D എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് റിലീഫ് ഓഫ് ടാക്സ് അണ്ടർ സെക്ഷൻ 89?
അണ്ടർ സെക്ഷൻ 89 പറയുന്ന ടാക്സ് റിലീഫ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അതായത് ഒരു അസസി ടാക്സ് പേ ചെയ്യുന്ന വ്യക്തി ആരാണ്? അസസി ആണ് അല്ലേ. ആ അസസിക്ക് സാലറി ആയിട്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻ ലിയോ ഓഫ് സാലറി ആയിട്ടോ ഒരു ഇയറിൽ എന്ത് കിട്ടാണ്? അഡ്വാൻസ് അല്ലെങ്കിൽ അരിയേഴ്സ്. ഫിനാൻഷ്യൽ ഇയറിൽ അയാൾക്ക് എന്തെങ്കിലും അഡ്വാൻസോ അരിയേഴ്സോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു റിലീഫ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ആ റിലീഫ് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ ഇൻകം അസസ് ചെയ്യണം. ടോട്ടൽ ഇൻകം ഈ ഒരു അഡ്വാൻസ് അല്ലെങ്കിൽ അരിയർ വെച്ചിട്ട് എന്ത് ചെയ്യുക? അസസ് ചെയ്യുക. അത് ഇല്ലാതെയും എന്ത് ചെയ്യുക? അസസ് ചെയ്യുക. അപ്പോൾ അതിലെന്ത് വരും? ഒരു ഹയർ റേറ്റ് വരും അല്ലേ. ആ ഹയർ റേറ്റ് എന്ത് ആക്കാം? റിലീഫായിട്ട് ഇവർക്ക് ക്ലെയിം ചെയ്യാമെന്നാണ് പറയണത്. അതായത് ഇത്ര അറിഞ്ഞിരിക്കുക, ഈ ഒരു റിലീഫ് അണ്ടർ സെക്ഷൻ 89 ഈ ഒരു റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസസിക്ക് സാലറി ആയിട്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻ ലിയോ ഓഫ് സാലറി ആയിട്ടോ ഫിനാൻഷ്യൽ ഇയറിൽ എന്തെങ്കിലും അഡ്വാൻസ് കിട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിയേഴ്സ് ഉണ്ടായിരുന്നത് ക്ലിയർ ചെയ്ത് കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അതിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു റിലീഫ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് റിലീഫ് ഓഫ് ടാക്സ് അണ്ടർ സെക്ഷൻ 89 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്? എന്താണ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? അപ്പോൾ സെറ്റ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ടാക്സ് പേയേഴ്സിനെ എന്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്? ലോസസിനെ ഓഫ്സെറ്റ് ചെയ്യാൻ, നികത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് ആ ഒരു ഇയറിലെ ഇൻകം വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ലോസസ് ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ക്യാരി ഫോർവേഡ് എന്താണ് ചെയ്യുന്നത്? അതായത് തുടർന്ന്, അതായത് ഫ്യൂച്ചറിൽ എപ്പോൾ വേണമെങ്കിലും 8 ഇയേഴ്സിനുള്ളിൽ അവർക്ക് ലോസ് സെറ്റ് ഓഫ് ചെയ്യാം എന്നുള്ളൊരു ഇതാണ് വെക്കണേ. അപ്പോൾ സെറ്റ് ഓഫ് ലോസസ് ആവുമ്പോൾ അവിടെ എന്താ ഉണ്ടാവണേ? സെയിം ഇയറിൽ തന്നെ ഇൻകം കൊണ്ട് ആ ലോസസിനെ നികത്തി പോവാണ്. ക്യാരി ഫോർവേഡ് ആകുമ്പോഴുള്ള ഉപകാരം എന്താണ്? സബ്സിക്വൻ്റ് ആയിട്ടുള്ള 8 ഇയേഴ്സിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഈ ഒരു ലോസ് എന്ത് ചെയ്ത് പോയാൽ മതി? സെറ്റ് ഓഫ് ആയിട്ട് പോയാൽ മതി. ഇപ്പോൾ കൂടുതൽ നമുക്ക് നോക്കുമ്പോൾ എപ്പോഴും സെറ്റ് ഓഫ് ആണ് കൂടുതൽ ബെനിഫിഷ്യൽ. കാരണം ആ ഒരു ഇയറിൽ തന്നെ ഇൻകം ലോസസൊക്കെ കഴിഞ്ഞു പോവും. പക്ഷേ ക്യാരി ഫോർവേഡ് ആണെങ്കിലും നമുക്ക് എന്താണ്? അഡ്വാൻറ്റേജസ് ആണ്. അതായത് ഹയർ ആയിട്ട് നമുക്ക് ഫ്യൂച്ചർ ഇൻകം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ് ഓഫ് ലോസസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ്, വാട്ട് ഈസ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A? എന്താ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടാക്സ് പേയേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ത്രിഷോൾഡ് നമ്മൾ കൊടുക്കും. ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള ലിമിറ്റിന് മുകളിലേക്ക് അവരുടെ ഇൻകം എക്സീഡ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടാക്സ് പേയേഴ്സ് ഉണ്ട്, അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഒരു ലിമിറ്റ് കൊടുക്കുകയാണ്. ആ ലിമിറ്റിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നില്ല? അവരുടെ ഇൻകം കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാം. അപ്പോൾ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂ റെജീം, ഇപ്പോഴത്തെ റെജീം അനുസരിച്ചിട്ട് 7 lakh ആണ്. പഴയ റെജീം അനുസരിച്ചിട്ട് 5 lakh ആയിരുന്നു. അപ്പോൾ ഈ പറയുന്ന 7 lakh അല്ലെങ്കിൽ 5 lakhന് മുകളിലേക്ക് ഒരു ഇൻഡിവിജ്വൽ ടാക്സ് പേയറിൻ്റെ ഇൻകം കൂടുന്നില്ല അല്ലെങ്കിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാം. റിബേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 0 ആവും. അവർക്ക് ടാക്സ് ലയബിലിറ്റി ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഈ ഒരു 7 lakh അല്ലെങ്കിൽ 5 lakhനുള്ളിൽ അവരുടെ ഇൻകം നിൽക്കുകയാണെങ്കിൽ, 7 lakh 5 lakh അല്ല കേട്ടോ, ന്യൂ റെജീം ആണെങ്കിൽ 7 lakh, ഓൾഡ് റെജീം ആണെങ്കിൽ 5 lakh. അതിന് മുകളിലേക്ക് ഇൻകം പോകുന്നില്ല, അതിന് താഴെയാണെങ്കിൽ അവർക്ക് എന്ത് ക്ലെയിം ചെയ്യാം? റിബേറ്റ് ക്ലെയിം ചെയ്യാം. റിബേറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ ഉള്ള ഉപകാരം എന്താ? ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് മാറുന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ സെക്ഷൻ 80GG ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് റെൻറ്റ് പെയ്ഡ്. അപ്പോൾ അടുത്തതും ഒരു ഡിഡക്ഷനാണ്. ഏതാ ഡിഡക്ഷൻ? 80GG. 80GG ഡിഡക്ഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുന്നതാ? റെസ്പെക്റ്റ് ഓഫ് റെൻറ്റ് പെയ്ഡ്. അതായത് നമ്മുടെ ടാക്സ് പെയർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫർണിഷ്ഡ് ഹൗസിനോ അല്ലെങ്കിൽ ഒരു അൺഫർണിഷ്ഡ് ഹൗസിനോ റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. എത്രയാണ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുക? എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ മൂന്നെണ്ണം പറയും. ആ 3 ഏതാണോ ഏറ്റവും കുറവ് വരുന്ന എമൗണ്ട്, ആ എമൗണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇൻഡിവിജ്വലിന് ഡിഡക്ഷനായിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഏതൊക്കെയാണ് എമൗണ്ട്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ
പെർ മന്ത് 5,000 അല്ലെങ്കിൽ ആനുവലി നോക്കുകയാണെങ്കിൽ 60,000. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മന്ത്ലി 5,000 അല്ലെങ്കിൽ ആനുവലി 60,000. സെക്കൻഡ് എമൗണ്ട് എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വലിൻ്റെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ഉണ്ടായിരിക്കും. ആ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ 25% എടുക്കുക, അതാണ് സെക്കൻഡ് എമൗണ്ട്. തേർഡ് എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അതായത് അയാളുടെ ടോട്ടൽ റെൻറ്റ് എത്രയാണോ അയാൾ ഫിനാൻഷ്യൽ ഇയറിൽ കൊടുത്തിട്ടുള്ള ടോട്ടൽ റെൻറ്റ്, ആ ടോട്ടൽ റെൻറ്റിൽ നിന്ന് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു 10% എടുത്തിട്ട് കുറയ്ക്കുക. എന്താണ്? ടോട്ടൽ റെൻറ്റിൽ നിന്ന് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു 10% എടുത്ത് കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ട്. ഓക്കെ, ഈ 3 എമൗണ്ട് നോക്കുക. അപ്പോൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? മന്ത്ലി 5,000 ഇയർലി 60,000 ആ എമൗണ്ട് എടുത്തു വയ്ക്കുക. സെക്കൻഡ് നോക്കേണ്ടത് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു 25% നോക്കുക. തേർഡ് നോക്കേണ്ടത് എന്താ? നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അയാൾക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ റെൻറ്റ്, ആ ടോട്ടൽ റെൻറ്റിൽ നിന്ന് ടോട്ടൽ ഇൻകം അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു 10% എടുത്തിട്ട് കുറയ്ക്കുക. എന്നിട്ടൊരു എമൗണ്ട് കിട്ടുന്നുണ്ടാവും, ആ എമൗണ്ട് നോക്കുക. ഈ 3 എണ്ണത്തിൽ ഏതാണോ ഏറ്റവും ലീസ്റ്റ് അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിഡക്ഷനായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇതാണ് 80GG പറയുന്ന ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് റെൻറ്റ് പെയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ പ്രൊവിഷൻസ് ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്? അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? പേ ആസ് യു ഏൺ, അതായത് നിങ്ങൾ ഏൺ ചെയ്യുന്നതിനനുസരിച്ച് പേ ചെയ്യാമെന്നാണ് പറയണത്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് അറ്റ്ലീസ്റ്റ് ഒരു 10,000 എങ്കിലും ടാക്സ് ആയിട്ട് ഒരു ഇയറിൽ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ അവർക്കാണ് ഈ ഒരു അഡ്വാൻസ് ടാക്സ് എന്നുള്ള ആ ഒരു സ്കീമുള്ളത്. അതായത് 10,000 എങ്കിലും അയാൾ ടാക്സ് ആയിട്ട് അടയ്ക്കണം, അയാളുടെ ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചൂസ് ചെയ്യാം? ഈ ഒരു അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ് ചൂസ് ചെയ്യാം. ഈ ഒരു പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആക്കിയിട്ട് മാറ്റാണ്. ഈ ഒരു ടാക്സ് ലയബിലിറ്റീനെ 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് മാറ്റും. അങ്ങനെ 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യും? ടാക്സ് പെയറിനെ ശരിക്കും ഹെൽപ്പ് ചെയ്യാണ് ചെയ്യണേ അല്ലേ? കാരണം ഒരു ഇയറിൻ്റെ എൻഡിൽ വരുന്ന ആ ഒരു ലാർജ് ബില്ല് അടയ്ക്കേണ്ട ആ ഒരു ലാർജ് ബിൽ ടാക്സിനേക്കാളും ഈ ഒരു 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുമ്പോൾ അയാൾക്ക് എന്ത് തോന്നും? കുറച്ചുകൂടി ഒരു ആശ്വാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അയാളുടെ ക്യാഷ് ഫ്ലോ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആവുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു ഇതിനെയാണ് അഡ്വാൻസ്ഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യാണ്? ഒരു ഇൻഡിവിജ്വലിന് അറ്റ്ലീസ്റ്റ് ഒരു 10,000 എങ്കിലും ടാക്സ് ലയബിലിറ്റി ഒരു വർഷത്തിൽ വരുന്നുണ്ട്, അയാൾക്ക് അടയ്ക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താക്കാം? അതിനെ 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് അടയ്ക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ആ ടാക്സ് പെയർക്ക് ശരിക്കും എന്തുണ്ടായിരിക്കും? ഒരു റിലീഫ് ഉണ്ടായിരിക്കും അല്ലേ? കാരണം ലാസ്റ്റ് വരുന്ന ആ ഒരു ലാർജ് ബിൽ ഓഫ് ടാക്സ്, ആ ഒരു ലാർജ് ബിൽ എമൗണ്ടിനേക്കാളും ഈ ഒരു 4 ഇൻസ്റ്റാൾമെൻ്റ് ആകുമ്പോൾ അയാൾക്ക് അടയ്ക്കാനായിട്ട് കുറച്ചുകൂടി എന്തുണ്ടായിരിക്കും? എളുപ്പമുണ്ടായിരിക്കും. അതുപോലെ തന്നെ അയാളുടെ ക്യാഷ് ഫ്ലോ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതാണ് വാട്ട് ഈസ് പാൻ? PAN. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ അല്ലേ? അതൊരു 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് നമ്പറാണ്. ആൽഫ ന്യൂമറിക് എന്ന് പറയുമ്പോൾ ആൽഫബറ്റ്സും നമ്പേഴ്സൊക്കെ ഉള്ളൊരു നമ്പറുള്ള ഒരു 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് നമ്പറുള്ള ആ ഒരു നമ്പറിനെയാണ് നമ്മൾ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത്. അത് എന്താണ്? ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഫോം എന്ന് പറയുന്നത് ഒരു ലാമിനേറ്റഡ് കാർഡ് രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അത് ആരെ ഇഷ്യൂ ചെയ്തിരിക്കണേ? നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു കാർഡാണ് അല്ലേ? അത് ആർക്കൊക്കെ കിട്ടും? ആർക്ക് വേണമെങ്കിലും കിട്ടും. അതായത് ആരാണോ അപ്ലൈ ചെയ്യുന്നത് അവർക്ക് എന്ത് ചെയ്യും? ഡിപ്പാർട്ട്മെൻറ്റ് അത് അലോട്ട് ചെയ്യും, നമ്പർ അലോട്ട് ചെയ്യും. ചില ആളുകൾക്ക് എന്താണ്? ആപ്ലിക്കേഷൻ ഇല്ലാതെയും പാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് നമ്പറാണ്. ലാമിനേറ്റഡ് കാർഡ് രീതിയിലാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ആർക്ക് ഇഷ്യൂ ചെയ്യും? ഏത് പേഴ്സണ് വേണമെങ്കിലും അത് ഇഷ്യൂ ചെയ്യും. ആരാണോ അതിന് അപ്ലൈ ചെയ്യുന്നത് അവർക്ക് അത് ഇഷ്യൂ ചെയ്യും. ഇനി ചില സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യാതെയും ആ നമ്പർ എന്ത് ചെയ്യാറുണ്ട്? ഇഷ്യൂ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? അതാണ് പാൻ എന്ന് പറയുന്നത് കേട്ടോ, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞത് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഒക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ്, ഈ ഡിഡക്ഷൻസ് ഒക്കെ 5 മാർക്കിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയണത്. ചിലപ്പോൾ നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് 2 മാർക്കിനുള്ളതിനേക്കാളും ഉണ്ടോ തോന്നും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു
കറക്റ്റ് കാര്യം അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണത് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഓക്കെയാണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം. ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, അതിലൊന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇനി വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ കിട്ടണമെന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം കേട്ടോ.